ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന പ്രധാനപ്പെട്ട വാർത്ത. ഗ്രീഷ്മയ്ക്ക് പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന ചരിത്രപരമായ വിധിയിലേക്ക് കോടതി കടക്കുന്നു. ചരിത്രപരമായ വിധി, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. ഇവിടെ കഴിഞ്ഞ അരമണിക്കൂറായി വിധിന്യായത്തിലെ കാര്യങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറയുകയായിരുന്നു. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് പാറശാല ഷാരോൺ വധക്കേസിൽ കേരളത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിയ ക്രൂരമായ കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. കൊലപാതകത്തിൽ തൂക്കുകയറാണ് 3 വകുപ്പുകളിൽ കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ കോടതി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം. അതിന്റെ ചരിത്രപരമായ വിധി. കഴിഞ്ഞ കുറേ കേസുകളിലൊക്കെ ഈ പറഞ്ഞ വധശിക്ഷയോട് കോടതിക്ക് വിമുഖതയുണ്ടെങ്കിലും ഈ കേസിന്റെ ക്രൂരത, ബ്രൂട്ടൽ ക്രൈം എന്ന് കോടതി വിലയിരുത്തുന്നു. അതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന മണിക്കൂറുകളാണ്. കേരളത്തിന്റെ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ച, കേരളത്തിന്റെ മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ച ഷാരോൺ രാജ് എന്ന ഒരു യുവാവ് 11 നാൾ ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചു കൊന്ന, വിഷം കൊടുത്തു കൊന്ന കേസിലെ, പ്രണയം നടിച്ച് വഞ്ചിച്ചു കൊന്ന കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക്, 24-കാരി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകുന്നു കോടതി. ചരിത്രപരമായ തീരുമാനമാണ്. ചരിത്രപരമായ വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തുന്നുവെന്ന സൂചന തന്നെയായിരുന്നു വിധി പ്രസ്താവത്തിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ നമുക്കൊക്കെ ബോധ്യപ്പെട്ടത്. അതേപോലെ തന്നെ എന്താണോ കോടതി നൽകിയ സൂചന, കോടതി നൽകിയ സൂചകം, അതേപോലെ തന്നെ ശിക്ഷാവിധി വരുന്നു. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നതാണ് കോടതിയിൽ ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. സലിം മാലിക് തുടർന്നു. സലിം, കോടതിയുടെ ആദ്യഘട്ട പരാമർശങ്ങൾ, ഇത് ബ്രൂട്ടൽ ക്രൈമാണ്, ഇത് മാപ്പർഹിക്കാത്ത തെറ്റാണ്, കൊടുക്കുന്ന തെറ്റായ സൂചനയാണ് തുടങ്ങിയ വാദങ്ങൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ് ഇതിന്റെ ശിക്ഷാവിധി ഇത്തരത്തിലാണെന്ന്. അതേപോലെ സംഭവിക്കുന്നു. ഒന്നാം പ്രതിക്ക് വധശിക്ഷ കൊലപാതകത്തിന്. സലിം, ഹാഷ്മി, തീർച്ചയായും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച അരും കൊലയ്ക്ക്, കൊടും ക്രൂരതയ്ക്ക് വധശിക്ഷ, സമാനതകളില്ലാത്ത ക്രൂരകൃത്യത്തിന് ചരിത്രവിധി. അതായത് കഴിഞ്ഞ കുറെ കാലങ്ങളായുള്ള ഇത്രയും വലിയ സെൻസേഷണലായ കേസുകൾക്ക് പരമാവധി ജീവപര്യന്തത്തിലേക്ക് ഒതുക്കുന്ന കോടതിയുടെ കീഴ്വഴക്കങ്ങൾ മാറുന്നു. കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ, വധശിക്ഷ കാത്തു നിൽക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിയായി ഗ്രീഷ്മ മാറുന്നു. വധശിക്ഷ കാത്തുകിടക്കുന്ന കേരളത്തിലെ ജയിലിലെ 2ാമത്തെ സ്ത്രീയായി ഗ്രീഷ്മ മാറുന്നു. ചരിത്രവിധി ഉണ്ടായിരിക്കുന്നു. അതായത് കൊടും ക്രൂരതയ്ക്ക് 2 ലക്ഷം രൂപ പിഴയുണ്ട്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറാണ്, 2 ലക്ഷം രൂപ പിഴയുണ്ട്. കോടതിയിൽ ഭാവവ്യത്യാസമില്ലാതെ ഗ്രീഷ്മ നിൽക്കുന്നു. 3-ാം പ്രതിക്ക് 3 വർഷം തടവാണ്. ഗ്രീഷ്മയുടെ അമ്മാവനെ തെളിവ് നശിപ്പിക്കലും 3 വർഷം തടവാണ്. ഷാരോണിന്റെ മാതാപിതാക്കൾ ആ ശിക്ഷാവിധി കേട്ട് കോടതി മുറിക്കുള്ളിൽ പൊട്ടിക്കരയുന്നു എന്നുകൂടി ഷഫീദ് റാവുത്തർ കോടതി മുറിക്കകത്തു നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് നമുക്ക് തരുന്നു. വിധി പ്രസ്താവം പൂർത്തിയായി. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അന്വേഷണം വഴിതിരിച്ചു വിട്ടതിന് 5 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും, കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകലിൽ 10 വർഷം കഠിന തടവും, കൊലപാതകത്തിന് സാക്ഷാൽ വധശിക്ഷ, പരമാവധി ശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെന്റ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിന് 100% കോടതി മുഖവിലക്കെടുക്കുന്നു. മാത്രമല്ല, ഈ പറയുന്ന വധശ്രമത്തിന്റെ വകുപ്പെന്തേ ചുമത്താത്തു എന്ന് പോലീസിനോട് ചോദിക്കുന്ന വണ്ണം ആ വിധിന്യായം അത്ര കണ്ട് ശക്തമായിരുന്നു. കോടതി മുറിക്കുള്ളിൽ ഷാരോണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരയുന്നു. ആ വിധി പ്രസ്താവം കേട്ട് കോടതിയിൽ തൊഴുതു നന്ദി പറയുന്നു ഷാരോണിന്റെ മാതാപിതാക്കൾ. ഒരുപക്ഷെ സമീപകാല കോടതിയുടെ രീതികൾ ഇരട്ട ജീവപര്യത്തിലേക്ക് ഒതുങ്ങിയ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു. അപ്പോൾ അത് കാരണം ഇത് വധശിക്ഷയിലേക്ക് പോകുമോ, തൂക്കുകയറിലേക്ക് പോകുമോ എന്ന സംശയം സാമാന്യ ജനത്തിന് പൊതുവേ ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങളെ കാറ്റിൽ പറത്തി എന്തുകൊണ്ട് ഇത് റയറസ്റ്റ് ഓഫ് ദ റയറാണ്, എന്തുകൊണ്ട് ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ്, എത്രമാത്രം ബ്രൂട്ടലാണ് ഈ ക്രൈം, എത്രമാത്രം കൊടും പാതകമാണ് ഗ്രീഷ്മ ചെയ്തത്, എത്രത്തോളം ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിച്ചു, എങ്ങനെ ഏതൊക്കെ രീതിയിൽ പ്രണയം നടിച്ച് ഷാരോണിനെ വിളിച്ചു വരുത്തി 11 നാൾ നാക്കടർന്ന് ആന്തരികാവയവങ്ങളിൽ രക്തവാർച്ച ഉണ്ടാവുന്ന രീതിയിൽ ഇഞ്ചിഞ്ചായി മരിക്കത്തക്ക രീതിയിൽ ഗ്രീഷ്മ ഒരു പാതകം ചെയ്തു എന്ന് കോടതി കൃത്യമായി ബോധ്യപ്പെടുന്നു വിധിന്യായത്തിൽ. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ആ ചെയ്ത പാതകത്തിന്, ചെയ്ത മാപ്പർഹിക്കാത്ത കുറ്റത്തിന് തൂക്കുകയർ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഏറ്റവും ദ ലാസ്റ്റ് എന്ന പരമാവധി ശിക്ഷ നൽകുന്നു കോടതി.